എന്നാൽ ചാടാൻ തുടങ്ങിയപ്പോൾ സാറിന് ആ ടെക്നിക്ക് കിട്ടിയപ്പോൾ പിന്നെ അത് സുഖമായിട്ട് നമുക്ക് 140 സുഖമായി ചാടാൻ പറ്റി. സോ സാറിൻ്റെ സ്ട്രെങ്തനിങ് വർക്കൗട്ട്, അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട്, പിന്നെ നമുക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേരുമ്പോഴാണ് ശരിക്കും നമുക്കിതെല്ലാം കിട്ടുന്നത്. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കൽപ്പാത്തിയിൽ നിന്ന് വന്നിട്ടുള്ള വൈശാഖിനെയാണ്. CPO ഡ്രൈവർ ഫിസിക്കൽ ടെസ്റ്റ് ഇന്നലെ പാസ്സായി. എന്നാലും കൺഗ്രാറ്റ്സ് വൈശാഖ് കഴിഞ്ഞ CPOന് ഇവിടെ എത്തിപ്പെട്ട ആളാണ്. അന്ന് വരുമ്പോൾ നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പെട്ടെന്ന് ഹൈ ജമ്പ് ഞാൻ നിനക്ക് സെറ്റാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വൈശാഖ് പറയണം. ഞാൻ ശരിക്കും അവിടെ വന്നത് കഴിഞ്ഞ CPOൻ്റെ ടൈമിലാണ്. ആ സമയത്ത് വരുന്ന സമയത്ത് ശരിക്കും CPOൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എക്സാം കഴിഞ്ഞ അതേ സമയത്ത് തന്നെ വന്നു തുടങ്ങി. ശരിക്കും അന്ന് നമ്മൾ ഗ്രൗണ്ട് ടച്ച് ഒന്നും ഇല്ലാതെ കുറേ കാലമായി. ഒരു 10ാം ക്ലാസ് മുതലൊന്നും ഗ്രൗണ്ടിലേക്ക് പോകാറോ കളിക്കാറോ ഒന്നുമില്ല. സോ എനിക്ക് ഗ്രൗണ്ടുമായിട്ട് വലിയ ടച്ച് ഉണ്ടായിരുന്നില്ല കുറേ കാലം. സോ ആ സമയത്താണ് ഇവിടെ രാജശേഖരനെ അറിഞ്ഞത്. പിന്നെ ഇവിടെ ഗ്രൗണ്ടിലോട്ട് വന്നു. അന്നല്ല ബോഡി വെയിറ്റും ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഒരു ഐറ്റവും, നമ്മുടെ 8 ഐറ്റത്തിൽ ഒരു ഐറ്റം പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ സാറ് പറഞ്ഞൊരു 3 മാസം കൊണ്ട് നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ആയി വന്നു, എല്ലാ ദിവസവും കൊണ്ടൊന്ന് വർക്കൗട്ട് ചെയ്തു. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഐറ്റംസ് ഏതെങ്കിലും ചുമ്മാ വന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ കുറച്ചും കൂടി സ്ട്രെങ്തനും വർക്കൗട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് ഓരോ ഐറ്റവും ചെയ്യാനായിട്ട് ഓരോ ബോഡി പാർട്ടിനും സ്ട്രെങ്ത് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചാടണമെങ്കിലും ലോങ് ഒക്കെ ചാടണമെങ്കിൽ നമുക്ക് ലെഗിന് നല്ല പവർ ആവശ്യമുണ്ട്. സോ നമ്മൾ ആദ്യം നമ്മുടെ ബോഡി പാർട്സിന് കൂടുതലായിട്ട് സ്ട്രെങ്തനും വർക്കൗട്ടുകൾ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഐറ്റംസ് ചെയ്യാന്നാണ് അവിടുത്തെ ഒരു കഞ്ചിക്കോട്ടത്തെ ഒരു രീതി. അപ്പോൾ ശരിക്കും ഒരു 3 മാസം ഞാൻ കണ്ടിന്യൂസ് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എല്ലാ ഐറ്റംസും കിട്ടാൻ തുടങ്ങി. കഴിഞ്ഞ CPO ടൈമിൽ തന്നെ എല്ലാം ഏകദേശം കിട്ടി. പിന്നെ സാറിൻ്റെ ബെല്ലി ജമ്പ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയും അതേപോലെ തന്നെ ഒരു നാണക്കേട് വരുന്നു വന്നിട്ട് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വരും, ഞാൻ ബാക്കിലോട്ട് മാറി നിൽക്കും. ശരിക്കോട്ടെ ഏട്ടന്മാരെ പറ്റി പറയേണ്ട തന്നെയാണ്. കാരണം അവരന്ന് നമ്മൾ ബാക്കിലോട്ട് മാറി നിൽക്കുന്ന സമയത്ത് അവർ നമ്മളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കും. ബാക്കിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കലേ ഉണ്ടാവുള്ളൂ, മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏട്ടന്മാരൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ശരിക്കും അന്ന് ചാടാൻ തുടങ്ങിയത്. എന്നാൽ ചാടാൻ തുടങ്ങിയപ്പോൾ സാറിൻ്റെ ആ ടെക്നിക്ക് കിട്ടിയപ്പോൾ പിന്നെ അത് സുഖമായിട്ട് നമുക്ക് 140 സുഖമായി ചാടാൻ പറ്റി. സോ സാറിൻ്റെ സ്ട്രെങ്തനിങ് വർക്കൗട്ട്, അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട്, പിന്നെ നമുക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേരുമ്പോഴാണ് ശരിക്കും നമുക്കിതെല്ലാം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ വർക്കൗട്ട് ചെയ്തു തുടങ്ങുക. നമ്മൾ അവസാനം ഫിസിക്കൽ ഡേറ്റ് വന്നതിന് ശേഷം തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുമ്പെങ്കിലും വന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എല്ലാ ഐറ്റംസും നമുക്ക് സുഖമായി പാസ്സാവാൻ പറ്റുന്നത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഓക്കെ, എന്തായാലും അതർ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരാൻ മടിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം ഹോസ്റ്റൽ ഫീസ്, ഇവിടെ നിൽക്കാനുള്ള ചിലവ്, കാര്യങ്ങൾ എല്ലാം കൂടി നമുക്കൊരു ബിഗ് ബഡ്ജറ്റ് വരും. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ. നിങ്ങൾക്ക് ഫിസിക്കൽ എന്നുള്ള കടമ്പ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ പാസ്സാക്കി തരാം. എന്തായാലും ഒരിക്കൽ കൂടി വൈശാഖ്, താങ്ക് യു.